തമിഴ്നാട് തെങ്കാശിയിൽ യുവാവിനെ നടുറോഡിൽ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നു. 35-കാരനായ കുത്തലിംഗമാണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തിയ ശേഷം ഇരു കാലുകളും വെട്ടി മാറ്റി മൃതദേഹം കാസിമേജർപുരം ക്ഷേത്രത്തിന് സമീപം ഉപേക്ഷിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും. റഹീസ്, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത, എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, അതിദാരുണമായ അങ്ങേയറ്റം ഭീകരമായ ഒരു കൊലപാതകമാണ് ഈ തെങ്കാശിയിൽ നടന്നിട്ടുള്ളത്. തെങ്കാശിയിൽ 35-കാരനായ കുത്തലിംഗമാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് ഉച്ചയോടുകൂടി ഇയാൾ റേഷൻ കടയിലേക്ക് എത്തിയതായിരുന്നു. ഇയാളുടെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് 4-അംഗ സംഘം ഇയാളെ കൊലപ്പെടുത്തുന്നത്. കൊലപ്പെടുത്തിയ ശേഷം ഇരു കാലുകളും വെട്ടിമാറ്റി. തടയാനെത്തിയ ഭാര്യയ്ക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ശേഷം ഈ മൃതദേഹം കാസിമേജർപുരം ക്ഷേത്രത്തിന് സമീപം ഉപേക്ഷിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വെച്ച് പട്ടുരാജ എന്നൊരാൾ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊല്ലപ്പെട്ട അതേ ഇടത്ത് തന്നെയാണ് ഈ മൃതദേഹം ഉപേക്ഷിച്ചത്. അപ്പോൾ നേരത്തെ ഈ പട്ടുരാജയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ സുഹൃത്തുക്കൾ ചേർന്നാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ഈ പട്ടുരാജയുടെ സുഹൃത്തുക്കൾ ധരിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുണ്ടായ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ഇപ്പോൾ പോലീസ് കരുതുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ പട്ടുരാജയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു എന്നുകൂടിയാണ് ഇപ്പോൾ അറിയുന്നത്. നിലവിൽ ഈ ഭാര്യ ഇപ്പോൾ സാരമായ പരിക്കുകളോടുകൂടി ഈ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് സുഹൈൽ.